വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രമേ ഈ പടം മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് വൈറ്റിൽ ഞങ്ങൾ വീട് കാണാൻ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ല പെട്ടക്കുന്ന കരിമീൻ കണ്ടു. അവിടെ നിന്ന് തന്നെ ഫ്രഷ്, അവിടെ നിന്ന് തന്നെ ആ പുഴയിൽ നിന്ന് തന്നെ അവർ എടുത്ത് അപ്പുറത്ത് തന്നെ വിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നല്ല പെട്ടക്കുന്ന കരിമീൻ വാങ്ങിച്ചു. നൈനൂസ് ആദ്യമായിട്ടാണ് അങ്ങനെ പടക്കുന്ന മീനൊക്കെ കാണുന്നത്. അങ്ങനെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചു. ആ സ്പോട്ടിൽ തന്നെ സനീഷിട്ട് പറഞ്ഞു, ഇത് ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ അമരത്തു നിന്നാണ് ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത്. അവിടെ നിന്ന് നല്ല മാന്ത പൊരിച്ചത് കിട്ടി, അതും പിന്നെ ചോറും. മാന്തക്ക് നല്ല റേറ്റായിരുന്നു, 240 രൂപയായിരുന്നു. അത്രയൊന്നും ഇല്ലയെന്ന് തോന്നി. ഫുഡിന് 100 രൂപ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് നോക്കി. നൈനൂസിൻ്റെ വെള്ളം വരുന്നുണ്ടെന്ന് തോന്നുന്നു വായിൽ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പോയത് ലുലു മോളിലാണ്. നോനും ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഓടുവേ. നോന് ഫസ്റ്റ് ലുലു മോളിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് പോകുന്ന സ്ഥലമായത് പെറ്റ് കെയർ. ഇവിടെ പോയിട്ട് മാത്രമേ എവിടെയും പോകും. എപ്പോഴും ഇവിടെ കയറണം എന്നുള്ളത് നിർബന്ധം. ഹലോ ഗൈസ്, അങ്ങനെ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ നേരെ ലുലു മാളിലേക്ക് വെച്ച് പിടിച്ച് ലുലു മാൾ കൊച്ചിയിലെത്തി അല്ലേ നോനു? നോനുവിന്റെ ഫേവറേറ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു സിനിമ, ഏതാ സിനിമയുള്ള നോക്കിയിട്ട് നല്ലൊരു സിനിമയും കണ്ടിട്ട് സിനിമയുടെ അഭിപ്രായം പറയാം. അതിന് കുറച്ചു നേരം വായി നോക്കിയിട്ട് തിരിച്ചു പോവാം. ഇഷ്ടായിന അത് അപ്പൂസിനാ? അത് ഗേളിന്റെ അല്ലേ, അപ്പൂസ് ബോയ് അല്ലേ? ഗൈസ്, എനിക്കിതിഷ്ടമായി, പക്ഷേ കുറച്ച് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നോക്കി കുറച്ച് വെള്ളമിറക്കി എന്നിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. വേണ്ടെന്ന് വിചാരിച്ചു. അതിനെക്കാട്ടി നല്ലത് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങാമെന്ന് കരുതി അതവിടെ സൈഡാക്കി വെച്ചു. നിക്കു സർപ്രൈസ് ആയിട്ട് ഒന്ന് വാങ്ങിയിട്ട് ബില്ലാക്കുന്നുണ്ട്, ഇവിടെ കാണിക്കാണ്ട്. എൻ്റെ അമ്മക്ക് കൊടുത്തോക്കാം പുറത്തെത്തിയിട്ട്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നെടുക്കും, എന്നിട്ട് എടുത്തിട്ട് നേരെ മിററിൻ്റെ അടുത്ത് പോയിട്ട് മിററിൽ അതിനെടുത്തിട്ട് നോക്കും എങ്ങനെയുണ്ട് നോക്കും. മിററിൽ കാണിച്ചിട്ട് ഇങ്ങനെ കളിക്കും ഓരോന്നിനെ എടുത്തിട്ട്. നൈനൂസിന് ഇഷ്ടപ്പെട്ട സാധനത്തിന് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ നൈനൂസ് കണ്ടിട്ടില്ല വാങ്ങിയത്. ഇനി കുറച്ച് കഴിയുമ്പോൾ മെല്ലെ സർപ്രൈസ് ആയിട്ട് അതിനെ കൊടുക്കണം. അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാലും അത് വാവ്, അതെന്നാ ലുലു കളക്ട് ഒരു വേറെ ലെവലാണ് ഡെക്കറേഷൻ ഐറ്റംസിനൊക്കെ. ഗൈസ്, അവിടെ കുറേ ഷോപ്പീസ് ഉണ്ടായിരുന്നു. വെച്ചാൽ നല്ല ഭംഗിയുള്ള ഷോപ്പീസ് ഉണ്ടായിരുന്നു. കുറേ അവിടെ എല്ലാം നോക്കി അവിടെ കുറേ നേരം ഇരുന്നു. എന്തൊക്കെ വാങ്ങണമെന്ന് ഫുൾ കൺഫ്യൂഷനായിരുന്നു. പിന്നെ വീടൊക്കെ സെറ്റാക്കിയിട്ട് വാങ്ങാമെന്ന് കരുതി. പക്ഷേ ഞങ്ങൾ കണ്ടത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. അതാണ് ഇതൊക്കെ ഞങ്ങൾ വീഡിയോസ് എടുത്തത്. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലുലു മോളിലേക്ക് പോകാം, ഇത് വാങ്ങാം. എന്നാ മോളെ നോക്കിയിട്ട് എന്ത് രസാ അല്ലേ? ഗൈസ്, ചവിട്ടിക്കലിന് നല്ല വിലക്കുറവുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വീട് സെറ്റായിട്ട് വാങ്ങാമെന്ന്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് വാങ്ങാനുള്ളത് ഹെൽത്തി ഫ്രൈ ആയിരുന്നു. അതും വിചാരിച്ചു ഇവിടുന്ന് റേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ യൂസേജെല്ലാം നോക്കിയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങാമെന്നും. ലുലു കളക്ട് കയറിയിട്ട് നമ്മളൊരു ബെഡ്ഷീറ്റ് വാങ്ങി, വേറൊന്നും വാങ്ങിയില്ല. 450 രൂപ വേർത്താണെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ നൈനൂസിന് വാങ്ങിയ സർപ്രൈസ് നമ്മൾ കൊടുക്കട്ടെ, നോക്കാമല്ലോ എന്നാ അവസ്ഥ. ആടെ വെച്ചേ
വാവക്ക് എന്തോ സാധനം വാങ്ങിയിട്ടുണ്ടോ ഒരു തിന്നാ എനിക്ക് തിന്നുന്ന മതിയാ നൈനോസിനെ എപ്പം തിന്നുന്ന മതി കൊണ്ടുപോവാനാണോ വാവക്ക് പേരെന്താ വാവ നൈനോസിന് വാങ്ങിക്കൊടുത്ത കബ് ഇതിന്റെ പേരെന്താന്നറിയാ വാവ നൈനോസ് ഏതായിരുന്നു അത് പേര് കാത്തുവിന്റെ അകത്ത് എപ്പോഴും കാണുന്ന ദിവസവും ഒരു ഷോ മാത്രം കാണും 10 മിനിറ്റ് രാത്രി അത് കാണുന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ കാണൂ അതിന് ഏറ്റവും ഇഷ്ടം ഈ കമ്പനിയാണ് ഇത് എന്നോട് കാത്തു ചോദിക്കുന്നുണ്ട് എന്താ പേര് വാവ ഈ വേറിൽ പോയിട്ട് എന്താ സിനിമയിലെ നോക്കാം അങ്ങനെ ഞങ്ങൾ ഗോളം കാണാൻ പോയി. അപ്പോൾ ആ ഗോളത്തിൻ്റെ ക്രൂസും കാസ്റ്റും ഒക്കെ അവിടെ വന്ന് ഞങ്ങളോട് എങ്ങനെയുണ്ട് സിനിമ എന്നൊക്കെ ചോദിച്ച് അവർ ഫുൾ എൻഗേജിങ് ആക്കി. എല്ലാവരും കൂടി ഫോട്ടോ എടുത്ത് സ്റ്റോറീസും റീൽസും ഒക്കെ ഇടാൻ പറഞ്ഞു. വെരി സ്മോൾ മൂവി, ഇതൊരു ചെറിയ പടമാണ്. അതുകൊണ്ട് നമ്മുടെ വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രമേ ഈ പടം മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സ്റ്റോറി ഇടണം. യു ഷുഡ് ഓബ്വിയസ്ലി ആസ്ക് യുവർ ഫ്രണ്ട്സ്, ഫാമിലി, നെയ്ബേഴ്സ്, അപ്പൂപ്പൻ, അമ്മൂമ്മ, ചേച്ചി, ചേട്ടൻ എല്ലാവരുടെ അടുത്തും കാണാൻ പറയണം. ആൻഡ് പ്ലീസ് സ്പ്രെഡ് ദ വേർഡ് ഫോർ us if you like the movie. Sure. Thank you so much for coming and seeing us. എല്ലാവരും സപ്പോർട്ട് വേണം. ഓക്കേ, അധികം വൈകാതെ തന്നെ ഗൈസ്, അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ആ കരിമീൻ അങ്ങ് പൊരിച്ചു. അധികം മസാലയൊന്നും ഇടാനൊന്നുമില്ല, കാരണം നൈനോസിന് കൊടുക്കേണ്ടതാണ്. ഞങ്ങളങ്ങനെ എരിവൊന്നും അധികം കൊടുക്കാറില്ല. അങ്ങനെ ഉള്ള കരിവേപ്പിലും അതിലിട്ട് ഞാൻ പൊരിച്ചു മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ അതേ എണ്ണയിൽ വെച്ചു. ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അതൊക്കെ അങ്ങ് വാട്ടിയെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ തക്കാളി പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു. അങ്ങനെ അതും കുറച്ച് ഒരു 2 മിനിറ്റ് വാട്ടി. അപ്പോഴത്തേക്ക് അതിൻ്റെ ഷേപ്പ് കളർ നോക്കൂ, അങ്ങനെ ആയി. അത് കഴിഞ്ഞ് ഞാൻ അത് പൊരിച്ചത് വൃത്തിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ആ പൊരിച്ച സാധനം കൂടി അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ചു. അങ്ങനെ അതിൻ്റെ മസാല അതിലേക്ക് അങ്ങ് പിടിച്ച് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. ആ ചപ്പാത്തിയുടെ കൂടെ അങ്ങ് കഴിച്ചു. നൈനൂസി ചോറും ഞങ്ങൾക്ക് ചപ്പാത്തിയും. അങ്ങനെ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ വിശേഷം. ഇനി അടുത്ത വീഡിയോയിൽ വേറെ വിശേഷങ്ങളുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.